നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിൽ ഇതുപോലത്തെ മഹിതമായ മാതൃകകൾ സ്ത്രീകളുടെ വിഷയത്തിൽ ഓരോന്നിലും ഹൗല ബിന്ത് സാലബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന ഒരു ചരിത്രം പിൽക്കാലത്ത് ഹൗല അനുസ്മരിക്കുന്നുണ്ട്. അവർ പറയുന്നത്, ഉൻസില സദറു സൂറത്തിൽ മുജാദില ഫിയ വഫി സൗജി ഔസ് ഇബ്നു സാമിത്ത്. സൂറത്തുൽ മുജാദിലയുടെ തുടക്കഭാഗം എൻ്റെയും എൻ്റെ ഭർത്താവ് ഔസ് ഇബ്നു സാമിത്തിൻ്റെയും വിഷയത്തിലാണ് അവതരിക്കപ്പെടുകയുണ്ടായത്. എന്നിട്ട് അവരതിൻ്റെ ആ പശ്ചാത്തലം പറയുന്നുണ്ട്. ഔസ് ഇബ്നു സാമിത്ത് വൃദ്ധനായിരുന്നു. ആ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ദുഷിച്ചു പോയിരുന്നു. ഒരക്ഷമ പ്രകടിപ്പിക്കുന്ന അവസ്ഥയുമായിരുന്നു. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൻതിക വഹ്രി ഉമ്മി എന്ന് പറഞ്ഞു. എന്നെ എനിക്ക് വേണ്ട, നീ എനിക്കെൻ്റെ ഉമ്മയെപ്പോലെയാണ് എന്ന രീതിയിൽ ആക്ഷേപിച്ച് പറഞ്ഞു. അവരവിടുന്ന് മടങ്ങിപ്പോന്നു. ഇത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര പ്രയാസമുണ്ടായി ഈ ഒരു ദൂഷ്യ സ്വഭാവത്തിൻ്റെ ഈ വർത്തമാനത്തിൽ. അവർ പറയാണ്, ഖുറൈശികളുടെ ഒരു നാദി ഉണ്ടായിരുന്നു, അതിൽ ഒരു മീറ്റിംഗ്, അതിൽ ഔസ് ഇബ്നു സാമിത്ത് പോയി, ഖുറൈശികളുടെ അറബികളുടെ. എന്നിട്ട് കുറേ കഴിഞ്ഞതിന് ശേഷം ഔസ് വീണ്ടും മടങ്ങി വന്നു. ഔസ് ഇബ്നു സാമിത്ത് മടങ്ങി വന്നിട്ട് അദ്ദേഹത്തിന് എന്നെ വേണം, അപ്പോൾ എന്നെ വേണം. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാറിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് പറഞ്ഞ ഓർമ്മ ഉണ്ടോ, ആ ദൂഷ്യം പറച്ചിലിൽ അള്ളാഹുവിൻ്റെ ഹുക്മ് വരുന്നത് വരെ എന്നെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. തൊടാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം ഇവരുടെ മേൽ ചാടി വീണു എന്നാണ് ഹൗല പറയാണ്. ഇതിൻ്റെ മേൽ ചാടി വീണു. അപ്പോൾ അവർ പറയാണ്, അയാൾ വൃദ്ധനാണ്, ഞാൻ അത്ര തന്നെ വാർദ്ധക്യത്തിലല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ എടുക്കുകയും ഫഅൽഖൈതുഹു മിന്നി എന്നാണ് അല്ലേ, മൂപ്പര് എടുത്താണ്ട് എറിഞ്ഞു എന്നാണ് ഹൗല പറയുന്നത്. എന്നിട്ട് പറഞ്ഞ്, അള്ളാഹു നമ്മളുടെ വിഷയത്തിൽ ഒരു ഹുക്ം പറയുന്നത് വരെ എന്നോട് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറയുകയാണ്, സുമ്മ ഖറജ്തു ഇലാ ബഅദി ജാറാത്തി ഫസ്തഅർതു മലാബിസഹ. എന്നിട്ട് ഞാൻ എൻ്റെ അയൽവാസിയുടെ അടുക്കലേക്ക് പോയിട്ട് അവരുടെ വസ്ത്രം കടം വാങ്ങിയിട്ട് പിന്നെ ഞാൻ ആ വസ്ത്രം ധരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയി. അന്ന് അവരുടെ അവസ്ഥയാണ്, അവർ സാമ്പത്തികമായിട്ട് വലിയ പരാധീനതയിലാണ്. അതുകൊണ്ടാണ് ഒരു പുറത്തിറങ്ങാനുള്ള വസ്ത്രം പോലും അവർക്കില്ല. അതുകൊണ്ട് തന്നെ അയൽവാസിയുടെ അടുക്കൽ പോയിട്ട് അവരുടെ വസ്ത്രം കടം വാങ്ങിയിട്ട് ഞാനത് ധരിച്ച് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് അവർ പറയാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വജലസ്തു ബൈന യദൈഹി, തിരുദൂതരുടെ മുന്നിൽ ഞാനിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരുടെ മനസ്സിൻ്റെ സങ്കടം പറയുന്നു, റസൂലെ, ഞാൻ പറക്കം പറ്റാത്ത മക്കളുടെ ഉമ്മയാണ്. എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഔസ് ഇബ്നു സാമിത്ത് എന്നോട് മോശമായിട്ട് പറഞ്ഞു, അൻതിക വഹ്രി ഉമ്മി എന്ന് അല്ലേ. അതുകൊണ്ട് എന്താണ് ഞങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഹുക്ം, അതാണ് അവർക്ക് അറിയേണ്ടത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നുണ്ട്, യാ ഖുവൈല ഇത്തഖില്ലാഹ ഫീഹി ശൈഖുൻ കബീർ ഇബ്നു അമ്മികി. ഖൗല, അള്ളാഹനെ സൂക്ഷിക്കൂ, നിങ്ങളുടെ പിതൃ സഹോദരൻ്റെ മകനാണ് ഔസ് ഇബ്നു സാമിത്ത്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പോഴും ഖൗല പറഞ്ഞ്, ഇല്ല, ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം എന്നോട് ഈ ദുഷിപ്പ് പറഞ്ഞു, അതുകൊണ്ട് അള്ളാഹിൻ്റെ ഹുക്ം എനിക്കറിയണം, എന്നിട്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് അടുക്കുകയുള്ളൂ. ഇതാണ് ഖൗല പറയുന്നത്. അവർ പറയാണ്, അവിടെ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ബോധക്ഷയം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിയർക്കുമാർ ബോധക്ഷയം, അത് റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് മനസ്സിലെ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധം തെളിഞ്ഞു. മുഖപ്രസന്നനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഹുവൈല, അങ്ങനെയാണ് പറയുന്നത്, ഹൗല ബിൻ സാബിത്താണ്, പക്ഷെ വിളിക്കുമ്പോൾ ഹുവൈല, നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ ഭർത്താവിൻ്റെ വിഷയത്തിൽ അള്ളാഹു വിധി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തുകൾ എന്നെ കേൾപ്പിച്ചു. ഖദ് സമി അല്ലാഹു ഖൗല അല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ, 3-4 ആയത്തുകൾ, അത് മുജാദിലയുടെ തുടക്കത്തിലുള്ള ആയത്തുകൾ. എന്നിട്ട് ഖൗലയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഖൗല, ഭർത്താവിനോട് മുരീഹി ഐ യുഅ്തിഖ റഖബ, ഒരടിമയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കും. അപ്പോൾ ഖൗല പറയാണ്, റസൂലെ, ഒരടിമയെ മോചിപ്പിക്കാൻ അടിമയെ കാണാത്ത ആളാണ് മൂപ്പർ എന്ന് പറയണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണെങ്കിൽ ഷഹ്റൈനി മുതതാബിയായി, നീ തുടർച്ചയായി 2 മാസം നോമ്പെടുക്കാൻ പറയും. അപ്പോൾ ഖൗല പറയാണ്, ഷൈഖുൻ കബീർ ലാ സിയാമ ലഹു, വൃദ്ധനാണ്, മൂപ്പർക്ക് നോമ്പില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണെങ്കിൽ
പിന്നെ 60 മിസ്കീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറയൂ. അപ്പോൾ ഖൗല പറയുകയാണ്, യാ റസൂലല്ലാഹ്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ മാ യജിദു മാ യതസദ്ദഖു ബിഹി, സദഖ ചെയ്യാൻ എന്തെങ്കിലും ഉള്ള ആളേ അല്ല, പറ്റ നിർധനനാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എങ്കിൽ എൻ്റെ അടുക്കൽ ഇവിടെ ഒരു കൊട്ട, ഒരു സിംബിയിൽ, അല്ലെങ്കിൽ എൻ്റെ അർത്ഥം സിംബിയിലാണ്, കൊട്ട കാരക്കണ്ട്, അത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഖൗല പറയാൻ, റസൂൽ എൻ്റെ അടുത്ത് ഒരു കൊട്ട കാരക്കണ്ട് വീട്ടിൽ, ഞാൻ അതും അദ്ദേഹത്തിനെ സഹായിക്കാം ഇതല്ലേ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖദ് അഹ്സൻതി വ അസബ്തി, നിങ്ങൾ ചെയ്തത് വളരെ നല്ലത്, നിങ്ങളുടെ പക്ഷാണ് ശരി. ഇർജിഇ ഇലാ ഇബ്നി അമ്മിക്ക്, നിങ്ങൾ നിങ്ങളുടെ പിതൃ സഹോദരൻ്റെ മകൻ ഔസ് ബിൻ സാമിത്തിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാരക്ക അവരെ ഏൽപ്പിച്ചിട്ട് അവരെ മടക്കി അയക്കുകയുണ്ടായി എന്നാണ് ചരിത്രം. അവർ ഖൗല തന്നെ ആ വിഷയം ഉദ്ധരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങളൊരു വിഷയം, ആ മഹദിക്കുണ്ടായത്, ആ മഹദി അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ വന്നത്, എന്നിട്ട് തിരുസവിധത്തിൽ തിരുദൂതരുടെ മുന്നിലിരുന്നത്, തൻ്റെ വിഷമം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാം കേട്ടത്, പിന്നീട് അതിന് പ്രതിവിധി പറഞ്ഞത്, വാനലോകത്തിൻ്റെ വഹയി പ്രതീക്ഷിച്ചത്, പിന്നെ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിച്ചത്, മാത്രമല്ല അവരുടെ നിലപാടിൽ റസൂൽ അവരെ ശ്ലാഘിച്ച് ഖദ് അഹ്സൻതി അസബ്തി എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താവിലേക്ക് അവരെ വീണ്ടും തിരിച്ചയച്ചത്. എത്ര ഹൃദ്യമായ മാന്യമായ പെരുമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മര്യാദപൂർവ്വമാണ് ആ മഹദിയെ സ്വീകരിക്കേണ്ടത്. തിരുജീവിതത്തിൽ ഇതുപോലത്തെ ചരിത്രങ്ങൾ നമ്മൾ എണ്ണിയാൽ വായിച്ചാൽ തീരാത്ത അത്ര ഉദാഹരണങ്ങളുള്ള ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മഹദികളോട്, സ്ത്രീരത്നങ്ങളോട് പെരുമാറിയതിൻ്റെ വിഷയത്തിൽ നമുക്ക് ചരിത്രത്തിൽ വായിക്കാനുള്ളത്.